Hello everyone, welcome back to my channel. This is Alinavi, second year BSc CNB student, Kerala Agriculture University. സോ ഇന്ന് ഞാനും അമ്മയും അമ്മുമ്മയും കൂടെ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് കാണാൻ പോവാണ്. സോ ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ഫുഡ് കോർട്ടിലേക്ക് തന്നെയാണ്. ആസ് യൂഷ്വൽ എല്ലാ വർഷത്തെയും പോലെ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഫുഡ് കോർട്ട് കാണാൻ. പല പല വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല. ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഒരു ഡ്രിങ്കാണ്, ആത്മാവേ പോവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഡ. അത് അവരൊരു ഡിഫറെൻറ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അത്ര തന്നെ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല. ഒരു നോർമൽ നമ്മൾ കുടിക്കുന്ന അങ്ങനത്തെ ഒരു സോഡ തന്നെ. അപ്പം എനിക്കും അമ്മയ്ക്കും അത് ഇഷ്ടമായി, പക്ഷെ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾക്കിപ്പോൾ കാണാം അമ്മേൻ്റെ എക്സ്പ്രഷനിലൂടെ. ദെൻ അതിനുശേഷം ഞങ്ങൾ ഓരോ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വാങ്ങി കഴിച്ചു. പല വെറൈറ്റി ഫുഡ് ഉണ്ടെങ്കിലും എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിലാണ് മെയിൻ കലാപരിപാടി. അവിടെ ഒത്തിരി വാട്ടർ ഗെയിംസ്, അതിൻ്റെ കോമ്പറ്റീഷൻസ്, കലാപരിപാടികൾ, പിന്നെ കൈറ്റ് ഫെസ്റ്റ് എല്ലാം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ബേപ്പൂർ ഫെസ്റ്റിന് സർഫിങ് അങ്ങനെ ഒത്തിരി വാട്ടർ ഗെയിംസ്, ബോട്ട് റേസ്, സ്പീഡ് ബോട്ട്, പിന്നെ സ്പോർട്സ് ഇവൻറ്റ്സിൻ്റെ കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. കബഡി, വോളി, അതുപോലെ ഒത്തിരി ഇവൻറ്റ്സ്. ഈ 3 ദിവസം നല്ല ഇവൻറ്റ്ഫുള്ളായിരിക്കും. ബേപ്പൂർ ഫെസ്റ്റിന് ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ എന്തായാലും ഒന്ന് വന്ന് നോക്കുക. നല്ല രസമാണ്. എല്ലാ പ്രാവശ്യവും നല്ല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ സ്റ്റേജ് പെർഫോമൻസും കൺസേർട്ടും എല്ലാം ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം അതെല്ലാം പ്രാദേശികമായിരുന്നു. കുടുംബശ്രീ അല്ലാതെ മറ്റ് സംഘടനകൾ, അവരുടെയൊക്കെ കൾച്ചറൽ പ്രോഗ്രാംസ്, അതിൻ്റെ കോമ്പറ്റീഷൻസ് ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. ഒത്തിരി ഇവൻറ്റ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല, ഫുൾ പരിപാടികളാണ് ഈ 3 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താല്പര്യമുള്ളവർ നെക്സ്റ്റ് ടൈം എന്തായാലും വരിക. പിന്നെ എൻ്റെ അനിയത്തീൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നു. കുറച്ച് ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് കടൽപ്പാലത്തിലൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. ദെൻ ഫുഡ് കോർട്ടിലേക്ക് പോയി. നൈറ്റ് ആയപ്പോൾ ഫുഡ് കോർട്ട് ഒന്നുകൂടെ ഓണായി. ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതും ഇതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ കുറച്ച് ടൈമും കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you all on the next video. Till then, bye.